മഴക്കാലമാണ്. നാട്ടിൽ നല്ല മഴ പെയ്യുന്ന സമയം കൂടിയാണ്. ഒരുപക്ഷെ റെക്കോർഡ് മഴ ഓരോ ദിവസവും പെയ്യുന്നു എന്ന റിപ്പോർട്ടുകൾ നമ്മൾ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. പക്ഷേ വെള്ളം എത്രയുണ്ടായാലും വെള്ളം സർവത്ര തുള്ളി കുടിക്കാനില്ലത്രേ എന്ന ചൊല്ല് അന്വർത്ഥമാക്കുന്ന ഒരു കഥയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. കാസർഗോട്ടേക്കാണ് യാത്ര. കാസർഗോഡ് ജില്ലയിലെ നെല്ലിക്കട്ടയിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണ്. ചെങ്കള പഞ്ചായത്തിലെ 3ാം വാർഡായ ബിലാൽ നഗറിലാണ് കുടിവെള്ളം ലഭിക്കാതെ 45ഓളം കുടുംബങ്ങൾ ദുരിതമനുഭവിക്കുന്നത്. 20 വർഷം മുൻപ് നടപ്പിലാക്കിയ കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനം നിലച്ചതാണ് ഈ ദുരിതത്തിന്, അതും ഈ മഴക്കാലത്ത് ഇത്തരത്തിൽ ഒരു ദുരിതത്തിന് കാരണമായത്. രാജീവ് ഗാന്ധി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 20 വർഷം മുൻപ് ചെങ്കള പഞ്ചായത്തിലെ നെല്ലിക്കട്ടയിൽ നിർമ്മിച്ച ഈ വാട്ടർ ടാങ്കാണ് ബിലാൽ നഗറിലെ 45ഓളം കുടുംബങ്ങളുടെ കുടിവെള്ളത്തിനുള്ള ഏക മാർഗം. പക്ഷേ 5 മാസമായിട്ട് ഈ ടാങ്കിൽ വെള്ളമെത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളും ദുരിതത്തിലാണ്. ചെങ്കള പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ബിലാൽ നഗറിലും സമീപ പ്രദേശങ്ങളിലും ഏക ആശ്രയമായിരുന്നു ഈ വാട്ടർ ടാങ്ക്. 20 വർഷം മുൻപ് രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്രദേശത്ത് ശുദ്ധജല വിതരണം ആരംഭിച്ചത്. ആദ്യം പദ്ധതിയുടെ ഉപഭോക്താക്കളായി 200ഓളം കുടുംബങ്ങളുണ്ടായിരുന്നു. പിന്നീട് സാമ്പത്തികമായി ഉന്നതിയിലുള്ളവരൊക്കെ സ്വന്തമായി കുഴൽക്കിണർ കുഴിച്ചു. ഇതോടെ ബിലാൽ നഗറിൽ സ്ഥാപിച്ച കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനത്തിനായി പണം കണ്ടെത്തേണ്ട ബാധ്യത 45ഓളം കുടുംബങ്ങൾക്ക് മാത്രമായി. കുടിവെള്ളം എത്തിക്കാൻ സ്ഥാപിച്ച മോട്ടറിനും പൈപ്പുകൾക്കും അറ്റകുറ്റപ്പണി വേണ്ടിവരുന്നത് അധിക ബാധ്യതയായി. 6 മാസം മുൻപ് മോട്ടറിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചതോടെ ശുദ്ധജലം ഇവർക്ക് കിട്ടാക്കനിയായി മാറി. 44-45 വീടുകളുണ്ട്. ഈ വെള്ളത്തിന് മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ മഴവെള്ളം വരുന്നത് കൊണ്ട് അങ്ങനെ ഒപ്പിച്ചിട്ട് പോകുന്നു. ഇപ്പോൾ ഇത് മുടങ്ങിയിട്ട് 4-5 മാസമായി. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പുറത്തെ വീട്ടുകാർ എപ്പോഴും ചോദിക്കാൻ പറ്റുന്നില്ലല്ലോ. ആഴ്ചയിൽ ഒരു ദിവസമോ ആഴ്ചയിൽ 2 പ്രാവശ്യം അങ്ങനെയിട്ട് വാങ്ങിയിട്ട് എങ്ങനെയെങ്കിലും ഒപ്പിച്ചിട്ട് പോകുന്നുണ്ട്. വെള്ളം എത്തിക്കാൻ ചെങ്കള പഞ്ചായത്ത് പ്രത്യേക പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. മോട്ടോർ നന്നാക്കാനും പൈപ്പുകളുടെ അറ്റകുറ്റപ്പണികൾക്കുമായി 1.25 ലക്ഷം രൂപ വകയിരുത്തുകയും ചെയ്തു. എന്നാൽ കരാറെടുത്ത കരാറുകാരൻ പണി ആരംഭിച്ചില്ലെന്നാണ് പഞ്ചായത്ത് അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കരാറുകാരൻ്റെ അനാസ്ഥയാണ് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് കാരണമെന്നാണ് പഞ്ചായത്ത് അധികൃതരും പറയുന്നത്. വീഴ്ച ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും 45 കുടുംബങ്ങളാണ് കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നത്. വിഷ്ണു കച്ചേരിക്കൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. 6 മാസമായി ഇതാണ് അവസ്ഥ എന്നറിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ കുടുംബങ്ങൾ, അവിടുത്തെ ജനങ്ങൾ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ പഞ്ചായത്ത് അധികൃതർ പല പദ്ധതികളും പിന്നീട് ആവിഷ്കരിച്ചെങ്കിലും ഒന്നും നടപ്പിലായില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാണാൻ ചില പ്രതികരണങ്ങൾ കൂടി. നിലവിൽ ടാങ്കിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് മോട്ടർ കംപ്ലൈൻ്റ് ആണ്. അങ്ങനെ നമ്മൾ വാർഡ് മെമ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വാർഡ് മെമ്പർ വാട്ടർ അതോറിറ്റി ആയിട്ട് ഇതിനൊരു ഫണ്ട് പാസ്സാക്കി. നിലവിൽ ഫണ്ട് പാസ്സാക്കി 2 മാസം കഴിഞ്ഞ് നിലവിൽ ഇത് കരാറെടുത്ത ആൾ ഇതുവരെ ഇതിൻ്റെ പണി തുടങ്ങിയിട്ടാണ്. വിളിക്കുമ്പോൾ പറയുന്നത് നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുക്കും, നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്തോ, എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ചെയ്തോ, നമുക്ക് ഇഷ്ടമുണ്ടാകുന്ന സമയത്ത് ഒരു പണി എടുക്കുമെന്നാണ് ഇവർ പറയുന്നത്. ഇതുവരെ ടോട്ടൽ 5 മാസമായി വെള്ളം നിലവിൽ നിന്നിട്ട്. അപ്പോൾ വാർഡ് മെമ്പറോട് പല പ്രാവശ്യം കുറച്ചും കൂടി സ്പീഡാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടാകുമ്പോൾ ഇതുവരെ സ്പീഡാക്കിയിട്ടാണ്. ഇപ്പം വാർഡ് മെമ്പർ പറയുന്നത് ഇനിയും കുറച്ച് ദിവസം കഴിയുമെന്നാണ് പറയുന്നത്. അടുത്തുള്ള ബോറിട്ട വീട്ടിൽ നിന്ന് കുറച്ചായിട്ട് ഇങ്ങനെ അവർ തരുന്നത്, അത് എല്ലാ ദിവസവും തരുന്നില്ല. പിന്നെ കറണ്ട് ബില്ല് എല്ലാം ഞങ്ങൾ കൊടുത്തിട്ട് വാങ്ങുന്നതാണ്. പിന്നെ മഴവെള്ളം പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് എടുക്കുന്നത്. കുഞ്ഞുവെള്ളം ഉണ്ട് വീട്ടിൽ, നല്ലോണം ബുദ്ധിമുട്ടാണ്. 4 മാസം കഴിഞ്ഞ് 5 മാസം ആകുന്നുണ്ട്. അത് എല്ലാവരും ബുദ്ധിമുട്ടിലുണ്ട്. ആണും പെണ്ണും എല്ലാവരും ബുദ്ധിമുട്ടുണ്ട്. ഒരു ദിവസം അപ്പുറത്തുനിന്ന് വെള്ളം മേണിക്കാം, 2ാമത്തെ ദിവസം മേടിക്കുന്നത് അവരെ വീട് പൊന്തുന്നു. ഇത് വെള്ളം 4 മാസം കഴിഞ്ഞ് 5 മാസം ആകാനായി. ഈ ടാങ്കിങ്ങൾ വെറുതെ നിൽക്കുന്നത്. അതിനുള്ളൊരു വെള്ളമില്ല, ഒരു മോട്ടർ കേടായിട്ടുണ്ട്. ടാങ്കിൽ വെള്ളം കിട്ടാതെ ഇത് പൈപ്പൊന്നും ശരിയില്ല. അങ്ങനെ ആയിട്ടല്ലേ ഇപ്പം 5 മാസം വെള്ളം ഇല്ലാതായത്. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ എല്ലാവർക്കും. നമ്മുടെ വീട്ടിൻ്റെ അപ്പുറം 3-4 വീടുണ്ട്, അവർക്കും അങ്ങനെ വെള്ളമില്ലാതെ അവരപ്പുറത്തും ഇപ്പുറത്തും നല്ല വെള്ളം എടുക്കും.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.